നമസ്കാരം. ബാലറ്റ് റൈഡ് വയനാട്ടിൽ യാത്ര തുടരുകയാണ്. എനിക്കൊപ്പം ഇന്ന് ബുള്ളറ്റിൽ ഒരു അതിഥി കൂടിയുണ്ട്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വയനാട്ടിലെ രാഷ്ട്രീയ താരം ജഷീർ പള്ളിയിൽ. കടന്നുപോയ ദിവസങ്ങൾ വ്യക്തിപരമായി വലിയ പ്രയാസം ഉണ്ടാക്കിയ നാളുകളാണ്. 100% നമ്മളെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പോർക്കളത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകും. അതൊക്കെ നമ്മൾ സ്വാഭാവികം, നമ്മൾ എന്താ പറയുക, പോരാളികളാണ്, പോരാട്ടം നയിക്കുന്നവരല്ലേ, തിരിച്ചു പിടിക്കും നമ്മൾ, പ്രശ്നങ്ങളൊന്നുമില്ല. മത്സര രംഗത്തേക്ക് ജഷീർ ഇല്ലാതിരിക്കാനുള്ള അയോഗ്യത എന്ത് എന്നുള്ള ചോദ്യം ബോധ്യപ്പെടുത്താൻ പാർട്ടിയിലെ നിലവിലുള്ള സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. പരിഗണന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ലേ. എൻ്റെ അയോഗ്യതയാണോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള പ്രഖ്യാപിക്കപ്പെട്ടവരുടെ യോഗ്യത എന്ത് എന്ന ചോദ്യമായിരുന്നു ഞാൻ ഉയർത്തിപ്പിടിച്ചത്. അതിന് മറുപടി നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. പാർട്ടി സംവിധാനങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ ജഷീർ തൃപ്തനാണ്. പാർട്ടിക്ക് മുറിവേൽക്കുക, പാർട്ടിക്ക് പൊറലേൽപ്പിക്കാൻ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ തയ്യാറല്ല. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജഷീറിന്റെ വീര്യം കുറയും. നമ്മുടെ വീര്യം എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണ്. നമ്മുടെ വീര്യം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ്. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് ജീവിതാവസാനം വരെ ആ വീര്യം ഉണ്ടാവും. ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ പാർട്ടിയിലെ വലിയ വിഭാഗം പ്രവർത്തകരാണ്, സഹപ്രവർത്തകരാണ്, സാധാരണ പ്രവർത്തകരാണ്. നേതാക്കന്മാർ ഒരുപാട് ഉള്ള ഒരു പാർട്ടിയാണല്ലോ. ചില ആളുകൾക്ക് നമ്മൾ മത്സരിക്കരുത് എന്ന്, ഞാൻ മാത്രമല്ല, അങ്ങനെ പല മേഖലയിലും ആളുകളുണ്ടാവില്ല, അങ്ങനെ ആഗ്രഹിച്ചവരുണ്ട്. അധികാരം ആരെ കയ്യിലാണുള്ളത്? ആ കൈയാളുന്ന ആളുകൾക്കനുസൃതമായി നമ്മുടെ നിലപാടുകൾ മാറ്റം വരുത്തിയാൽ നമുക്ക് പലതും നേടാനും കൊയ്യാനും സാധിക്കും. 2 തവണ മത്സരിച്ച് ജയിച്ചില്ലേ, ഇനി എന്തിനു ചോദിക്കുന്നത്? 2 തവണ മത്സരിച്ച് ജയിച്ചു, പക്ഷേ 5 തവണ മത്സരിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വിട്ടുകൊടുക്കുന്നത്. വിട്ടുകൊടുക്കലിന്റെ രാഷ്ട്രീയമാണ് എനിക്കിഷ്ടം. സമയത്ത് മറ്റാരെങ്കിലും വന്നിരുന്നോ? ഒരുപാട് പേര് ഞാനുമായി ആരും സംവദിച്ചിട്ടില്ല. പക്ഷേ 28 മിസ് കോളുകൾ എന്റെ ഫോണിനകത്തുണ്ട്. 28 മിസ് കോളുകൾ ഏതൊരു രാഷ്ട്രീയ ചേരിയിൽ 1-2 പ്രധാനപ്പെട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട CPM-ന്റെ അധിപൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംവദിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. തീറ്റ തരാമെന്ന് തന്നെയായിരുന്നു എല്ലാ രീതിയിലും. ഏത് രീതിയിലെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും. പക്ഷേ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വാക്കുണ്ട്: മത്സരിക്കട്ടെ, ജയിക്കട്ടെ, കോൺഗ്രസിലേക്ക് പോയിക്കോട്ടെ എന്ന്. അതായത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ജഷീർ കോൺഗ്രസ് ആണ് എന്ന് രാഷ്ട്രീയ പ്രതിരോധികൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരടക്കം പറയുകയാണ്. എൻ്റെ ജീവിതം സമരസപ്പെടാത്ത ജീവിതമാണ്. എൻ്റെ ത്യാഗം എന്ന് പറയപ്പെടുന്നത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. തിരുത്തപ്പെടേണ്ട മേഖലയിൽ തിരുത്തപ്പെടാനുള്ള നാവായിട്ടൊക്കെ നമ്മൾ മാറും. അത് ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ പറയപ്പെടുന്ന പോരാട്ടം അവസാനിക്കൊന്നുമില്ല. എന്തായാലും ജഷീർ ആഗ്രഹിച്ച സ്ഥലത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. എന്നാൽ പോലും അവരുടെ വിജയത്തിനായി ജഷീർ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് പറയുന്നത്. 100% നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. കയറ്റുണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ നടക്കട്ടെ, ഞങ്ങളുടെ യാത്ര തുടരും. തിരുവനന്തപുരത്ത് എത്താൻ ദിവസം